ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എങ്ങനെയാണ് കേബിൾ ക്രിമ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം, നമ്മൾ ക്രിമ്പ് ചെയ്ത കേബിൾ നമ്മൾ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് സിസ്റ്റങ്ങൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കണക്ഷൻ ഡയഗ്രാം നമുക്ക് നോക്കാം. ഇപ്പോൾ കണക്ഷൻ ഡയഗ്രാം എങ്ങനെയാണ്? നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ കേബിൾ എല്ലാം ക്രിമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഈ ക്രിമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കേബിൾ നമ്മൾ നമ്മുടെ PC ആയിട്ട് കണക്ട് ചെയ്ത് ആ കേബിളിന് രണ്ടാമത്തെ എൻഡ് എന്ത് ചെയ്യണം? സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡയഗ്രാം നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു PC ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് ഒരു കമ്പ്യൂട്ടർ. പിന്നെ ഇവിടെ വേറൊരു കമ്പ്യൂട്ടർ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 4 PC ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ വേറൊരു കമ്പ്യൂട്ടർ ഉണ്ട്, ഇവിടെ വേറൊരു കമ്പ്യൂട്ടർ. ഈ 4 പീസുകളെ തമ്മിലാണ് എനിക്ക് പരസ്പരം കണക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്ത് വെക്കണം? ഒരു ഡിവൈസ്, സെൻട്രലൈസ്ഡ് ഡിവൈസ് വെക്കണം. ഡിവൈസിന് നമ്മൾ പറയുന്ന പേരെന്താണ്? സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസാണ്. അപ്പോൾ ഇതാണ് സ്വിച്ച്. സ്വിച്ചിൻ്റെ സിമ്പൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രാമിലൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ എന്ത് കൊടുക്കണം? അഡീഷണലായിട്ട് ഇതിന് പവർ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ സ്വിച്ചിൽ നിന്ന് ഒരു പവർ കണക്ടർ വന്നിട്ടുണ്ടാകും, പവർ അഡാപ്റ്റർ ഉണ്ടാവും. അത് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യുക. സ്വിച്ചിന് പവർ ആവശ്യമാണ്. ഇനി നമ്മുടെ ഈ PCകളിലെല്ലാം എന്ത് പോർട്ട് ഉണ്ടാകും? നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ PCകൾക്കും ഒരു NIC പോർട്ട് ഉണ്ടാവും. എല്ലാ PCകൾക്കും NIC പോർട്ട് ഉണ്ടാവും. ഈ NIC പോർട്ടിൽ നിന്നാണ് നമ്മുടെ സ്വിച്ചുമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ക്രിമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ട്വിസ്റ്റഡ് പെയർ കേബിൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം PCകളുടെ NIC പോർട്ടുകളാണ്. അപ്പോൾ ഈ NIC പോർട്ടിൽ നിന്ന് നേരെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ കേബിൾ എടുക്കുന്നു, കേബിളിൻ്റെ ഒരു എൻഡ് നമ്മൾ PCയുടെ NIC പോർട്ടിൽ കൊടുക്കുന്നു, രണ്ടാമത്തെ എൻഡ് സ്വിച്ചിൻ്റെ പോർട്ടിലോട്ട് കൊടുക്കുന്നു. ഇവിടെ ഉപയോഗിക്കേണ്ട ക്രിമ്പിങ് ഏതാണ്? സ്ട്രെയിറ്റ് ത്രൂ ക്രിമ്പിംഗ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ A എന്ന് പറയുന്ന കളർ കോഡാണ് യൂസ് ചെയ്തെങ്കിൽ ഇവിടെയും A തന്നെ യൂസ് ചെയ്യണം. അടുത്ത PC എടുക്കുന്നു, കണക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ B എന്ന് പറയുന്ന കളർ കോഡാണ് യൂസ് ചെയ്തെങ്കിൽ ഇവിടെയും B തന്നെ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ അടുത്ത PC കണക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ A തന്നെയാണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെയും ഞാൻ A തന്നെ ഉപയോഗിക്കണം. അടുത്തെടുക്കുന്നു, ഇവിടെയും ഞാൻ B ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെയും B തന്നെ ഉപയോഗിക്കണം. നമ്മൾ അറിയേണ്ടത്, ഇപ്പോൾ ഒരു ലാബ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ലാബിലുള്ള എല്ലാ PCകൾക്കും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാം A ഉപയോഗിച്ച് തന്നെ ചെയ്യണം എന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ ലാബിൽ 2 PCകൾ A എന്ന് പറയുന്ന കളർ കോഡ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, 2 PCകൾ B എന്ന് പറയുന്ന കളർ കോഡാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഒരു ലാബ് അറേഞ്ച് ചെയ്യുമ്പോൾ സെയിം ഓർഡർ തന്നെ കൊടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കണക്ഷൻ വരിക. അപ്പോൾ എല്ലാ PCകളും സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ സ്വിച്ച് വഴിയാണ് ഇവർ ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കുന്നതും അയക്കുന്നതും എല്ലാം എന്ത് വഴിയാണ്? ഈ പറയുന്ന സ്വിച്ച് വഴിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഫിസിക്കൽ കണക്ഷൻ ഓക്കെ ആയി. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് കണക്റ്റഡ് ആയി എന്നറിയുക എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് നമ്മുടെ ഒരു PCയുടെ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൻ്റെ കണക്ടറാണ്. കണക്ട് ചെയ്യുന്ന NIC പോർട്ടാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ക്രിമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ട്വിസ്റ്റഡ് പെയർ കേബിൾ ഈ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ കേബിളിൻ്റെ രണ്ടാമത്തെ എൻഡ് സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്ത് സ്വിച്ച് പവർ ഓൺ ആക്കുന്നു. ലാപ്ടോപ്പും പവർ ഓൺ ആക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു LED കാണാനായിട്ട് പറ്റും. ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു LED ഇത് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം അതിലൂടെ കണക്ഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്.
അങ്ങനെ ജസ്റ്റ് ലൈറ്റ് കത്തിയത് കൊണ്ട് നമുക്ക് സ്വിച്ചുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ കേബിൾ ക്രിമ്പ് ചെയ്തത് ഏകദേശം കറക്റ്റാണ് എന്നുള്ളതാണ്. ഇനി ഈ കേബിളിൻ്റെ രണ്ടാമത്തെ എൻഡ് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഈ കേബിളിൻ്റെ രണ്ടാമത്തെ എൻഡ് നേരെ പോകുന്നത് സ്വിച്ചുമായിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്വിച്ച്, ഇപ്പോൾ 2 വ്യത്യസ്ത സ്വിച്ചുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കി, സ്വിച്ചുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള കണക്ഷൻ നോക്കേണ്ടത്. ഇനി ഇങ്ങനെ നമ്മൾ ഫിസിക്കലായിട്ടുള്ള കണക്ഷൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള കണക്ഷൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ തമ്മിൽ, ഈ പീസുകളൊക്കെ തമ്മിൽ കണക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ? ഇല്ല. നമ്മൾ ഫിസിക്കലായിട്ടുള്ള കണക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പീസുകളൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. കാരണം കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ട്? ഒരു അഡ്രസ്സ് ആവശ്യമുണ്ട്. അഡ്രസ്സ് ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട്, ഇപ്പോൾ നമുക്ക്, എൻ്റെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിക്കണം. എൻ്റെ സുഹൃത്തിനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിട്ട് മാത്രം പോരാ. അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, അവൻ്റെ കയ്യിൽ സിം ഉണ്ട്, അവൻ്റെ കയ്യിൽ റീചാർജ് പ്ലാൻ എല്ലാം ഉണ്ട്, എൻ്റെ കയ്യിലും എല്ലാം ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് അവൻ്റെ നമ്പർ അറിഞ്ഞാൽ മാത്രമേ അവനിലോട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഫിസിക്കലായിട്ടുള്ള കണക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു അഡ്രസ്സ് വേണം, അല്ലേ? അപ്പോൾ നമുക്കിനി അഡ്രസ്സിനെ കുറിച്ച് നോക്കാം. എന്ത് അഡ്രസ്സ് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മളിതിനെ കണക്ട് ചെയ്തതിന് ശേഷം ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ ഒരു അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സിസ്റ്റങ്ങൾക്കും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ ഡിവൈസുകൾക്കും ഒരു പെർമനൻ്റ് ആയിട്ട് അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ അഡ്രസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാക് അഡ്രസ് എന്നുള്ളത്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ ഡിവൈസുകൾക്കും പെർമനൻ്റ് ആയിട്ട് ഉള്ള അഡ്രസ്സാണ്. ഇതെനിക്കൊരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസുകൾ ഏതാ? നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ആണെങ്കിലും, നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ആണെങ്കിലും, നമ്മൾ ഉപയോഗിക്കുന്ന റൂട്ടർ ആണെങ്കിലും, നമ്മൾ ഉപയോഗിക്കുന്ന ടാബ് ആണെങ്കിലും, നമ്മൾ ഉപയോഗിക്കുന്ന ഏതും, ഉദാഹരണമായിട്ട് നിങ്ങൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുന്ന നിങ്ങളുടെ ഇയർഫോൺ, ഹെഡ്ഫോണ് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഇത്തരം ഡിവൈസുകൾക്കെല്ലാം ഒരു മാക് അഡ്രസ് ഉണ്ടായിരിക്കും. മാക് അഡ്രസ് പെർമനൻ്റ് ആയിരിക്കും. നമുക്കതൊരിക്കലും ചേഞ്ച് ചെയ്യുവാനായി സാധിക്കുകയില്ല. അപ്പോൾ മാക് അഡ്രസ് എന്താണെന്ന് നോക്കാം. എ മാക് അഡ്രസ് ബ്രാക്കറ്റിൽ മീഡിയ ആക്സസ് കൺട്രോൾ, അതാണ് മാക് അഡ്രസ്സിൻ്റെ പൂർണ്ണരൂപം. is a unique identifier assigned to the network interface of a device such as computer, smartphone, router. It is used for communication on a local network and is embedded onto the hardware of the device, typically the network card. The MAC address is usually a 12-character hexadecimal string. അപ്പോൾ മാക് അഡ്രസ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ നമ്പറാണ്. യുണീക്കാണത്. ഒരു മാക് അഡ്രസ് ഒരിക്കലും വേറെ ഒരു ഡിവൈസിന് എന്ത് ചെയ്യില്ല, വരില്ല. യുണീക്കായിട്ടുള്ള അഡ്രസ്സ് ആയിരിക്കും. ഇത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഡിവൈസുകളിലെല്ലാം എന്തുണ്ടാകും? ഈ പറയുന്ന മാക് അഡ്രസ് ഉണ്ടായിരിക്കും. മാക് അഡ്രസ് എന്ന് പറയുന്നത് ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ്. ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഹെക്സാഡെസിമൽ നമ്പർ? 0 മുതൽ 9 വരെ എന്ന് വെച്ചാൽ 0, 1, 2, 3, 4, 5, 6, 7, 8, 9. പിന്നെ 10 ഇല്ല. 10ന് പകരം അവിടെ എ, ബി, സി, ഡി, ഇ, എഫ്, ഇങ്ങനെ മൊത്തം 16 നമ്പർ. ഇതാണ് ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. ബൈനറി നമ്പർ ഏതാ? കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ലാംഗ്വേജ് ബൈനറി നമ്പറാണ്.
0യും 1ഉം ആണ്. ഡെസിമൽ നമ്പർ ഏതാ? ഡെസിമൽ നമ്പർ 0 to 9 ആണ്. ഹെക്സാഡെസിമൽ ഏതാ? 0 മുതൽ 9 വരെയും A മുതൽ F വരെയും ഒരു 16 ബിറ്റ് നമ്പറാണ് ഏത്? ഈ പറയുന്ന ഹെക്സാഡെസിമൽ. അങ്ങനെ ഈ ഒരു 12 ക്യാരക്ടർ ഹെക്സാഡെസിമൽ സ്ട്രിങ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇറ്റ് അലോസ് ഡിവൈസർ ടു ഐഡൻറ്റിഫൈ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ഓൺ എ നെറ്റ്വർക്ക്. അപ്പോൾ നെറ്റ്വർക്കിലുള്ള സിസ്റ്റങ്ങളെ തിരിച്ചറിയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്ത് അഡ്രസ്സാണ് സിസ്റ്റങ്ങൾക്കുള്ളത്? മാക് അഡ്രസ്സ് എന്ന് പറയുന്ന അഡ്രസ്സാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മാക് അഡ്രസ്സ്? നമ്മുടെ സിസ്റ്റങ്ങൾക്കെല്ലാം മാക് അഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് മാക് അഡ്രസ്സ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിനി നോക്കാൻ പോണത്. വിൻഡോസ് കമ്പ്യൂട്ടർ ആണെങ്കിൽ എന്ത് ചെയ്യണം? കമൻറ്റ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക, വിൻഡോസ് +R അമർത്തുക, അവിടെ എൻ്റർ കൊടുത്തതിന് ശേഷം IP കോൺഫിഗ് /all എന്ന് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്ന അഡ്രസ്സ് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നമുക്കതെങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മാക് അഡ്രസ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സിസ്റ്റത്തിൽ വിൻഡോ കീയും 6 കൂടി പ്രസ് ചെയ്യാം. ഈ വിൻഡോ കീയും 6 കൂടി പ്രസ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ ഓപ്പൺ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ട് വരുന്ന ബോക്സിനെ റൺ ബോക്സ് എന്ന് വിളിക്കാം. ഇതിന് നമ്മൾ CMD എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യാം. ഓപ്പൺ ആയിട്ട് വരുന്ന ബോക്സിനെ കമൻറ്റ് പ്രോംപ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ മാക് അഡ്രസ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് IP കോൺഫിഗ് /all എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്താൽ നിങ്ങൾക്കിവിടെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കും. ഈ ഫിസിക്കൽ അഡ്രസ്സാണ് ആ ഡിവൈസിൻ്റെ മാക് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ അഡ്രസ്സ് കാണാൻ സാധിക്കും. ഉണ്ടോ? ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ മാക് അഡ്രസ്സ്. ഇനി നമുക്ക് മാക് അഡ്രസ്സ് കാണാൻ വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. ഇപ്പം നിങ്ങൾ കമൻറ്റ് പ്രോംപ്റ്റ് എടുത്തിട്ട് ഗെറ്റ് മാക് എന്ന് പറയുന്ന IP കൊടുത്തു കഴിഞ്ഞാൽ, കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും മാക് അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കും, ഫിസിക്കൽ അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കും. മാക് അഡ്രസ്സിനെ തന്നെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചെക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ മറ്റൊരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ ഇതിലാകെ കേബിൾ ഉപയോഗിച്ച് മാത്രം കണക്ട് ചെയ്യാനുള്ള ടെക്നോളജി ഉള്ളൂ. ഇതിൽ ബ്ലൂടൂത്തോ വൈഫൈയോ ഇല്ല. നിങ്ങളിപ്പോൾ ലാപ്ടോപ്പിലാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പിലാണ് നിങ്ങളെ മാക് അഡ്രസ്സ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ലാപ്ടോപ്പ് മറ്റു ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ 3 രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് കേബിൾ ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റ് നെറ്റ്വർക്കുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 2, നിങ്ങൾക്ക് വൈഫൈ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മോഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അതും ഒരു നെറ്റ്വർക്കാണ്, അങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റും. 3, നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റും വേറൊരു ഡിവൈസുമായിട്ട്. അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പിലൊക്കെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ 3 ഫിസിക്കൽ അഡ്രസ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫിസിക്കൽ അഡ്രസ്സ്, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മാക് അഡ്രസ്സ് ഇങ്ങനെയാണ് വിൻഡോസ് കമ്പ്യൂട്ടറിലെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 3 മാക് അഡ്രസ്സ് കാണാൻ പറ്റും, ബ്ലൂടൂത്തിൻ്റെയും വൈഫൈയുടെയും അതുപോലെ തന്നെ എതർനെറ്റ് പോർട്ടിൻ്റെയും. അങ്ങനെ 3 മാക് അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ആപ്പിളിൻ്റെ സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ആപ്പിളിൻ്റെ സിസ്റ്റം ആണെങ്കിൽ നമ്മളെങ്ങനെയാണ് അതിൻ്റെ മാക് ID ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ചെക്ക് ചെയ്യാനുള്ളതാണ് നമ്മുടെ സിസ്റ്റം പ്രിഫറൻസ് എന്ന് പറയുന്ന സെറ്റിങ്സ് എടുത്തതിന് ശേഷം അതിൽ നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്യുക. നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് യുവർ ആക്റ്റീവ് നെറ്റ്വർക്ക് കണക്ഷൻ, അതിൽ വൈഫൈയും എതർനെറ്റ് ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും ലെഫ്റ്റ് സൈഡിലായിട്ട്. അവിടെ നിന്ന് അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക, ലോവർ റൈറ്റ് കോർണറിലുള്ളത്. അതിൽ ഹാർഡ്വെയർ ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ മാക് അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസും അല്ല ആപ്പിളും അല്ല എന്ന് വിചാരിക്കുക. ലിനക്സിൻ്റെ ഉബുണ്ടുവോ അല്ലെങ്കിൽ കാലി ലിനക്സോ ഫെഡോരയോ അങ്ങനെ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. എങ്ങനെയാണതിൽ നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് കാണാനായിട്ട് പറ്റുക? നമ്മൾ ടെർമിനൽ വിൻഡോ ഓപ്പൺ ചെയ്യുക. നമ്മൾ വിൻഡോസിൽ കമൻറ്റ് പ്രോംപ്റ്റ് എടുക്കുന്ന പോലെ തന്നെ അതിൽ ടെർമിനൽ എന്ന് പറയുന്ന
ബോക്സ് എടുക്കുക. വിൻഡോസിൽ നമ്മളതിൽ കമൻറ്റ് പ്രോംപ്റ്റ് എന്ന് വിളിക്കും, ലിനക്സിൽ നമുക്ക് ടെർമിനൽ എന്ന് വിളിക്കാം. ടെർമിനലിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുക? ipconfig എന്ന് പറയുന്ന കമൻ്റ് അല്ല, ifconfig എന്ന് പറയുന്ന കമൻറ്റ്, ifconfig ifconfig എന്ന് പറയുന്ന കമൻറ്റോ അല്ലെങ്കിൽ ipaddr എന്ന് പറയുന്ന കമൻറ്റോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാക് അഡ്രസ്സ്, ഫിസിക്കൽ അഡ്രസ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്നത് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് നമുക്ക് മാക് അഡ്രസ്സ് കാണുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് മാക് അഡ്രസ്സ് കാണാനായിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ എബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം അതിൽ ഡീറ്റെയിൽഡ് ഇൻഫോ ആൻഡ് സ്പെക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, സ്പെസിഫിക്കേഷൻസ്, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഓപ്ഷനിൽ താഴെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് വൈഫൈ മാക് അഡ്രസ്, വൈഫൈ ഉപയോഗിച്ചിട്ടാണല്ലോ ഞാനിതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ് മറ്റു ഡിവൈസ് നെറ്റ്വർക്കുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ എന്ത് കാണാൻ പറ്റും? ഡിവൈസ് വൈഫൈ മാക് അഡ്രസ് എന്ന് പറയുന്നൊരു അഡ്രസ്സ് ഇവിടെ കാണാൻ പറ്റും. ബ്ലൂടൂത്ത് അഡ്രസ്സ് നോട്ട് അവൈലബിൾ എന്ന് കിടക്കുന്നത് ഞാനിപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ആക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ എനിക്കവിടെ ബ്ലൂടൂത്തിൻ്റെ മാക് ഐ ഡിയും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലൂടൂത്തിൻ്റെ മാക് ഐ ഡിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളിൽ നിങ്ങൾ മാക് അഡ്രസ്സ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ ഐഫോണാണ് അല്ലെങ്കിൽ ഐപാഡാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിലെങ്ങനെയാണ് മാക് അഡ്രസ്സ് നമുക്ക് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ നമുക്കിവിടെ ജനറൽ എന്ന് കാണുന്ന ഓപ്ഷൻ ഉണ്ടാവും, ജനറൽ ക്ലിക്ക് ചെയ്യുക. ജനറൽ എബൌട്ട് എന്ന് കാണുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ മാക് അഡ്രസ്സ് കാണാം, അതേപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ മാക് അഡ്രസ്സും കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഐഫോണിലോ അല്ലെങ്കിൽ ഐപാഡ് OSലൊക്കെ നമ്മൾ മാക് ഐ ഡി ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് മാക് അഡ്രസ്സ് കൂടാതെ IP അഡ്രസ്സ് എന്ന് പറയുന്നൊരു അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഈ മാക് അഡ്രസ്സിന് പകരം അല്ലെങ്കിൽ നിങ്ങൾ IP അഡ്രസ്സ് എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും, എവിടെയെങ്കിലും IP അഡ്രസ്സ് ട്രേസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സിനിമകളിലും ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും IP അഡ്രസ്സ് എന്നുള്ളത്. സിസ്റ്റങ്ങൾക്കെല്ലാം പെർമനൻ്റ് ആയിട്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞു. ഏത് അഡ്രസ്സാണ്? മാക് അഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ IP അഡ്രസ്സ് എന്തിനാണ് ഇനി യൂസ് ചെയ്യുന്നത്, എന്താണ് IP അഡ്രസ്സ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ മാക് അഡ്രസ്സ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ മാക് അഡ്രസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നെ കൊണ്ട് അറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നെറ്റ്വർക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഈ ഒരു ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ IP അഡ്രസ്സ് എന്താണ് എന്നുള്ള കാര്യം നോക്കാം.